വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ അലൈൻമെന്റ് പുനഃപരിശോധിക്കുന്നു. കേരളം നൽകിയ അലൈൻമെന്റ് പ്രകാരം വലിയ തോതിൽ കുന്നുകൾ ഇടിക്കേണ്ടി വരുമെന്ന് കേന്ദ്രം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സംസ്ഥാനം തയ്യാറാക്കിയ സാധ്യതാ പഠന റിപ്പോർട്ട് അനുസരിച്ചായിരുന്നു ആദ്യം അലൈൻമെന്റ് നിശ്ചയിച്ചത്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ഇപ്പോൾ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ അലൈൻമെന്റ് ആണ് പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? കേരള സർക്കാർ കിറ്റ്കെ ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഫീസിബിലിറ്റി റിപ്പോർട്ടിൻ്റെയും സാങ്കേതിക അലൈൻമെൻറ്റിൻ്റെയും ഭാഗമായിട്ടുള്ള സാങ്കേതിക അലൈൻമെൻറ്റും നൽകിയിരുന്നു. ഈ അലൈൻമെൻറ്റാണ് പരിഷ്കരിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരമൊരു വലിയ പദ്ധതി വരുമ്പോൾ അതിൽ കൃത്യമായ രീതിയിൽ ഈ ഫീസിബിലിറ്റി റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ സമർപ്പിക്കുമ്പോൾ കാര്യക്ഷമമായ ഒരു പഠനം, ഒരു പരിസ്ഥിതിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നടന്നില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയാണ് ഈ അലൈൻമെൻറ്റിൽ അതിലൊരു റിവ്യൂ നടത്തുന്നതായി ഇപ്പോൾ പാർലമെൻറ്റിനെ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള അടൂർ പ്രകാശ് എംപിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇത്തരത്തിൽ പാർലമെൻറ്റിൽ ഇക്കാര്യം നിതിൻ ഗഡ്കരി വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒട്ടനവധി കുന്നുകൾ ഈ നിലവിലുള്ള അലൈൻമെൻറ്റിൻ്റെ ഭാഗമായി ഇടിച്ചു നിരത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ അത്തരം ആ കുന്നുകളുടെയൊക്കെ നാശത്തിന് കാരണമാകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അലൈൻമെൻറ്റ് ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിലൊരു റിവ്യൂ നടത്തുന്നത് എന്നുള്ളതാണ് പാർലമെൻറ്റിൽ അടൂർ പ്രകാശ് എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി ഇപ്പോൾ നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുന്നത്. കാരണം കുന്നിടുക്കൽ അത് പരമാവധി ഒഴിവാക്കിയില്ലെങ്കിൽ അത് പ്രകൃതിക്കുണ്ടാക്കുന്ന വലിയ നാശനഷ്ടങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. ഒരു പക്ഷേ ഈ കൂടുതൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തരുത് എന്നുള്ളൊരു ആലോചന കൂടി ഇപ്പോഴത്തെ ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും ഈ വിശദമായ DPR ഒക്കെ തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ്. അതോടൊപ്പം സംസ്ഥാന സർക്കാർ വിശദമായ പഠനവും നടത്തിയിട്ടാണ് സാധ്യതാ പഠന റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചത്. അപ്പോൾ അത്തരം പഠനത്തിലും ആ അലൈൻമെൻറ്റിലുമാണ് ഇപ്പോൾ ഒരു പ്രശ്നം കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിൻ്റെ പ്രവർത്തനങ്ങൾ അത് തുടരണമെങ്കിൽ ഈ പറയുന്ന അലൈൻമെൻറ്റിൽ മാറ്റം വന്നതിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ദേവിക. ശരി പ്രജിത്ത്.